നമ്മളുടെ ജൂബിലിയുടെ ക്വിസിന്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ഏറ്റെടുത്ത് നടത്തിയത് ഈ സ്കൂളിൽ തന്നെ മാനേജരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു ലൂപ്പ് ഹോള് വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ അച്ഛന്റെ നേതൃത്വത്തിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അച്ഛൻ നമുക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ആദ്യമായി തന്നെ നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പ്രകടിപ്പിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ അധ്യാപകര് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിറകിലുണ്ട്. അവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുണ്ട്, കൺവീനേഴ്സ് ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞു. ഇതിന് ഗ്യാപ്പില്ല. സാധാരണ ക്വിസ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ അറേഞ്ച്മെന്റ്സ്. ഇതെല്ലാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ക്വിസ് മാസ്റ്റർ നമ്മുടെ ജോബി സാറ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ജോബി സാറ് റെഡിയാണ്. റെഡിയല്ലേ? ബഹുമാനപ്പെട്ട ജോബി സാറിനെ സ്നേഹപൂർവ്വം ഈ ക്വിസ് കോമ്പറ്റീഷന്റെ മാസ്റ്ററായി നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ് ജോബി സാർ. ഒരു സെക്കൻഡ്. നമ്മുടെ പങ്കെടുക്കുന്ന ടീമുകള് സ്കൂളുകളൊന്ന് പറയാം. സെന്റ് തോമസ് എച്ച് എസ് തുടങ്ങനാട്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സെന്റ് തോമസ് എച്ച് എസ് തുടങ്ങനാട്. ദെൻ ജയറാണി എച്ച് എസ് എസ് തൊടുപുഴ. യെസ്. സെന്റ് ആൻസ് ഹൈസ്കൂൾ കോട്ടയം. ചാവറ ഇന്റർനാഷണൽ സ്കൂൾ അമനകര. യെസ്, വെരി ഗുഡ്. NSS HSS മണക്കാട്. SHSS കരിങ്കുന്നം. യെസ്. ദെൻ ഗവൺമെന്റ് HSS വെസ്റ്റ് കോടിക്കുളം. യെസ്. OLL HSS ഉഴവൂർ. യെസ്. ടെക്നിക്കൽ HSS മുട്ടം. സെന്റ് ജോർജ് HSS മുതലക്കുടം. ഗവൺമെന്റ് HSS തൊടുപുഴ. MKNM HSS കുമാരമംഗലം. ഗവൺമെന്റ് HSS കൊടയത്തൂർ. യെസ്. ദെൻ വിമല പബ്ലിക് സ്കൂൾ തൊടുപുഴ. യെസ്. സെന്റ് മേരീസ് HSS കിടങ്ങൂർ. യെസ്. സെന്റ് ജോർജ് HSS മുതലക്കുടം വായിച്ചിരുന്നു. സെന്റ് ജോസഫ്സ് HSS കരിമണ്ണൂർ. യെസ്. സെന്റ് മൈക്കിൾസ് HSS കടുത്തുരുത്തി. യെസ്. SH മൗണ്ട് കോട്ടയം. യെസ്. ജയറാണി ഇംഗ്ലീഷ് മീഡിയം HSS തൊടുപുഴ. ജയറാണി. യെസ്. ഹോളി ക്രോസ് HSS മോനിപ്പള്ളി. ഡീപോൾ HSS തൊടുപുഴ. ദെൻ സെന്റ് മേരീസ് HSS അറക്കുളം. യെസ്. യെസ്. നമ്മുടെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് ക്വിസ് പ്രോഗ്രാം. ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം ടീമുകളുണ്ട്. ടോട്ടൽ 54 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹലോ 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 ഹലോ
കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രൊഫഷണൽ ടച്ചോടുകൂടി നയിക്കുന്ന ഈ സ്കൂളിന്റെ ആദരണീയനായ മാനേജർ തോമസ് കരിമ്പുകാലാച്ച, ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് UK സ്റ്റീഫൻ സാർ, ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, അതോടൊപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള മത്സരാർത്ഥികളെ, ഈ സ്കൂളിൽ ദീർഘകാലം അധ്യാപനം നടത്തിയിരുന്ന സാബു KT സാറിന്റെ സ്മരണാർത്ഥം നടത്തുന്ന പ്രഥമ ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് ആദ്യമായി നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക. സാബു സാറിന്റെ ഭാര്യ ലൈസ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെയും ഈ മത്സരത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക. ഇവിടെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്തപ്പെടുക. ആദ്യ ഘട്ടം 20 ചോദ്യങ്ങളുടെ ഒരു ഘട്ടമാണ്. അതിനുശേഷം ഫൈനൽ റൗണ്ടിന് തൊട്ടു മുൻപായി ആവശ്യമെങ്കിൽ ഒരു ഘട്ടം കൂടി നടത്തിയിട്ട് വേണം ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാൻ ആവശ്യമെങ്കിൽ. അതുകൊണ്ട് അങ്ങനെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം. ഫൈനൽ റൗണ്ടിനും പ്രാഥമിക റൗണ്ടിനും ഇടയ്ക്ക് വേണ്ടി വന്നാൽ ഞങ്ങൾ ഒരു ഘട്ടം കൂടി നടത്തും. അപ്പം പ്രാഥമിക ഘട്ടം കൊണ്ട് ഇത് പ്രവേശനം പൂർത്തിയാകുന്നില്ല എന്ന് ആമുഖമായി അറിയിക്കുക. ഇനി നിങ്ങളുടെ സൈഡിൽ 4-5 ടീമുകൾക്ക് ഒരു ടീച്ചർ എന്ന കണക്കിന് നിൽപ്പുണ്ട്. അവരെനിക്ക് പകരം നിൽക്കുന്നവരാണ്. ഈ പ്രാഥമിക ഘട്ടത്തിൽ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഞാൻ ഏതാണ്ട് 30 സെക്കൻഡുകൾ ഉത്തരം എഴുതാൻ വേണ്ടി നൽകും. അതിനുശേഷം ഇങ്ങനെ ഒരു ബെല്ലടിക്കും. അപ്പോൾ നിങ്ങൾ പേന താഴെ വെക്കാൻ ഡെസ്കില്ല, അതുകൊണ്ട് താഴെ വെക്കണ്ട. പിന്നീട് എഴുതാൻ പാടില്ല, പിന്നീട് കറക്ഷൻ പാടില്ല. അതിനുശേഷം ഞാൻ ഉത്തരം പറയും. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് അത് ശരിയാണെങ്കിൽ ടിക്കിടും, തെറ്റാണെങ്കിൽ ഇൻഡു ഇടും. ഒരിക്കൽ കറക്റ്റ് ചെയ്യപ്പെട്ട ഒരു ആൻസർ പിന്നീട് ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഇനി മാർക്കിന്റെ സംവിധാനം. ഒരു ശരി ഉത്തരത്തിന് 4 പോയിന്റുകൾ നൽകപ്പെടുന്നതാണ്. വൈൽഡ് ഗസ് ഒഴിവാക്കാൻ തെറ്റുത്തരത്തിന് -1 പോയിന്റ് ഉണ്ടായിരിക്കുന്നതാണ്. 20 ചോദ്യങ്ങൾ കഴിയുമ്പോൾ, ഉദാഹരണം, നിങ്ങൾക്ക് 12 ശരി ഉത്തരങ്ങളുണ്ടെങ്കിൽ 12 ഗുണം 4 എത്രയാണ്? 12 ഗുണം 4 48. 3 തെറ്റുത്തരണമെന്ന് വിചാരിക്കുക. ദെൻ അതിന് 3 × 1 -3 കുറയ്ക്കും. ഇപ്പൊ 48 നിന്ന് 3 കുറച്ച് കഴിയുമ്പോൾ 45 ആയിരിക്കും നിങ്ങളുടെ നെറ്റ് പോയിന്റ്. ഏറ്റവും കൂടുതൽ നെറ്റ് പോയിന്റ് വരുന്നവരെയായിരിക്കും നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എടുക്കുക. അവിടെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ മാർക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇതിന് ഇടയ്ക്ക് ഒരു ഘട്ടം കൂടി നടന്നതാണ്. ഫൈനൽ റൗണ്ടിന് തൊട്ട് മുമ്പായി ഒരു ഘട്ടം കൂടി നടന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വൈൽഡ് ഗസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് പോയിന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗസ് ചെയ്യാതിരിക്കുക, കൃത്യമായി അറിയാവുന്നത് മാത്രം എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ടീമിന് ഒരൊറ്റ ആൻസർ ഷീറ്റ് മതി. നിങ്ങളുടെ ആൻസർ ഷീറ്റിന് തൊട്ട് മുകളിലായി നിങ്ങളുടെ പേരും ചെസ് നമ്പർ അലൗഡ് ചെയ്തിട്ടുണ്ടോ? ചെസ് നമ്പർ ഉണ്ടോ? ഇല്ല. ചെസ് നമ്പർ ഉണ്ടോ? ഇല്ല. ചെസ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ 2 പാർട്ടിസിപ്പൻസിന്റെ പേരും നിങ്ങളുടെ സ്കൂളിന്റെ പേരും പേപ്പറിന് മുകളിൽ എഴുതണം. ദെൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന് നമ്പർ ഇടുക, അതിന്റെ നേരെ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കരുത്, കാരണം പിന്നീട് എങ്ങനെ റെഫർ ചെയ്യേണ്ടി വന്നാൽ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാകും. റൂൾസ് മനസ്സിലായല്ലോ? ശരി ഉത്തരത്തിന് 4 പോയിന്റ്, തെറ്റുത്തരത്തിന് -1 പോയിന്റ് ഉണ്ടായിരിക്കുന്നതാണ്. സാബു സാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മത്സരമല്ല, മത്സരം 2ാം ഘട്ടമാണ്. 2 പറഞ്ഞാൽ ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ട് അത് അറിവിനെ ഏതെല്ലാം രീതികളിൽ വൈവിധ്യവൽക്കരിക്കാമോ അങ്ങനെ അറിവിന്റെ ഒരു ആഘോഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഫൈനൽ റൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വലിയൊരു എക്സ്പോഷർ കൂടിയായിരിക്കും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എങ്ങാനും ഫൈനൽ റൗണ്ടിലേക്ക് 5 ടീമിനെ മാത്രമേ തെരഞ്ഞെടുക്കാൻ സാധിക്കൂ. ആർക്കെങ്കിലും ഇനി ടൈ വന്നാൽ ടൈ ബ്രേക്ക് ചെയ്ത് 5 ടീമിനെ മാത്രമേ ഫൈനൽ റൗണ്ടിലേക്ക് എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏറെ പേർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരും. അപ്പൊ അവര് നേരെ വീട്ടിലേക്ക് പോയേക്കരുത്. നിങ്ങൾ വളരുന്ന കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. ആ കാര്യം കൂടി അറിയിച്ച് ഒരിക്കൽ കൂടി സാബു സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ശ്രദ്ധിക്കുക. റെഡിയാണല്ലോ? എല്ലാവർക്കും ഓഡിയബിൾ ആണല്ലോ? ഓക്കെ. ഇന്റർനാഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോകമെമ്പാടുമുള്ള വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ, ഇതിന്റെ കൺസർവേഷന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ലോകമെമ്പാടുമുള്ള തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ്, അതിന്റെ കൺസർവേഷന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു സംവിധാനം നിലവിലുണ്ട്. എന്താണ് അതിന്റെ പേര്? ഇനി കറക്ഷൻസ് പാടില്ല. ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻസർ റംസാർ കൺവെൻഷൻ. റംസാർ, RAMSAR, റംസാർ കൺവെൻഷൻ എന്നാണ്. ഇറാനിലെ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. അതുകൊണ്ട് ആ സിറ്റിയുടെ പേര് ചേർത്ത് റംസാർ കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. യുനെസ്കോയാണ് ഇതിന്റെ രക്ഷാധികാരി. അപ്പൊ അതിൽ ആ ലിസ്റ്റിൽ പെട്ടത് പൈതൃക പട്ടികയിലാണ് അത് ഇടം നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ള തണ്ണീർത്തടങ്ങൾ നമ്മുടെ വേമ്പനാട് കായലൊക്കെ അങ്ങനെ ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് സംരക്ഷണത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവും. റംസാർ കൺവെൻഷൻ എന്നാണ് ആൻസർ. അതിന് ടീച്ചർ ശ്രദ്ധിക്കുക, ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പൊതുവായി ഒന്ന് അറിഞ്ഞിട്ട് മാത്രം കോംപ്രമൈസുകൾ പാടുള്ളൂ. ആൻസർ റംസാർ കൺവെൻഷൻ ആണ്. ഇനി റംസാർ എന്ന പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്ക്. എഴുതിയിട്ടേ ഇല്ല. അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അതായത് എഴുതി ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, എഴുതി തെറ്റാണെങ്കിൽ ഇൻഡു ഇടുക, എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഹൈഫൻ ഇടുക, എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഹൈഫൻ ഇടുക, പിന്നീട് എഴുതാതിരിക്കാൻ. അതിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പോൾ ബസ്സുകളിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സർക്കാർ വക ബസ്സുകൾ എന്ന് പറഞ്ഞാൽ KSRTC ബസ്സുകളാണ്. ഇപ്പോൾ നിരത്തുകളിലൂടെ KURTC എന്നെഴുതിയ ബസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ KURTCയുടെ ഫുൾ ഫോം? KURTC അതിന്റെ ഫുൾ ഫോം എന്താണ്? സമയം മതിയാകുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ടീമിനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞാൽ മതി. അല്പം കൂടി സമയം ഞാൻ അനുവദിക്കുന്നതാണ്. കഴിഞ്ഞല്ലോ? ഓക്കെ. ആൻസർ കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അർബൻ, ആ ഒരു വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. KSRTC നിന്ന് അർബൻ എന്ന വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. കേരള
അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കേരളത്തിൽ ഇന്ന് 500ഓളം ബസ്സുകൾ നമ്മുടെ നിരത്തുകളിലൂടെ ഓടുന്നുണ്ട്. KSRTC വ്യത്യസ്തമായി വേറൊരു ഗവേണിംഗ് ബോഡിയാണ് അതിനുള്ളത്. അതിന്റെ അക്കൗണ്ടും വേറെയാണ്. അല്ല, അത് ഫുൾ ഫോം ആയതുകൊണ്ട് എല്ലാ വാക്കുകളും ശരിയാവണം. എല്ലാ വാക്കുകളും ശരിയാവണം. കോംപ്രമൈസ് വേണ്ട. എന്താണ് കേരള കോർപ്പറേഷനാണ്. അത് കുഴപ്പമില്ല. നമ്മൾ ഷോർട്ടായിട്ട് എഴുതാറുണ്ടല്ലോ. അത് മാറിപ്പോയി. ആ ഓർഡറിൽ തന്നെ എഴുതണം. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം. ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നു. എന്നാൽ അതിൽ പെടാത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ യൂണിയനിൽ പെടാതെ ഒരു രാജ്യം മാറി നിൽപ്പുണ്ട്. കോണ്ടിനെന്റിലുള്ളതാണ്, പക്ഷേ ആഫ്രിക്കൻ യൂണിയനിൽ നിന്ന് മാറി നിൽക്കുക. ഏതാണ് ആ രാജ്യം? ആഫ്രിക്കൻ യൂണിയനിൽ അംഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ആഫ്രിക്കൻ യൂണിയനിൽ അംഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യം. ആൻസർ മൊറോക്കോയാണ്. മൊറോക്കോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, പക്ഷേ ആഫ്രിക്കൻ യൂണിയനിൽ അംഗമല്ല. ബാക്കി 54 രാജ്യങ്ങളും ആഫ്രിക്കൻ യൂണിയനിൽ മെമ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചോദ്യം ഇതാണ്: ഈ പശ്ചിമഘട്ടം അതിന്റെ ഒരു സൗത്ത് എൻഡ് ഞാൻ പറയാം, കന്യാകുമാരിയിലാണ് ആരംഭിക്കുന്നത്. അത് 1600 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു. പശ്ചിമഘട്ടം എന്ന് പറയപ്പെടുന്നു. എവിടം വരെയുണ്ട്? അതിന് കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ ഒരു നിശ്ചിത നദി വരെയാണ്. ആ റിവറിന്റെ പേരാണ് നമുക്ക് വേണ്ടത്. അതായത് കന്യാകുമാരി തൊട്ട് സൗത്ത് കന്യാകുമാരി തൊട്ട് നോർത്ത് ഒരു നിശ്ചിത റിവർ വരെയാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. ഏതാണ് ആ റിവർ? നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയാറുണ്ട്. എവിടം തൊട്ട് എവിടം വരെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെസ്റ്റേൺ ഗാട്സ്. സഹ്യാദ്രി മലകൾ എന്ന് മലയാളത്തിൽ പറയുന്ന വെസ്റ്റേൺ ഗാട്ട്, അത് കന്യാകുമാരി തൊട്ട് ഒരു നിശ്ചിത റിവർ വരെയാണ്. ആ റിവറിന്റെ പേരെന്താണ്? ആൻസർ താപ്തി റിവർ. താപ്തി, അതായത് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെയും ബോർഡറിലൂടെ പോകുന്ന താപ്തി റിവർ വരെയാണ് കൃത്യമായി പറഞ്ഞാൽ പശ്ചിമഘട്ടം 1600 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. താപ്തി റിവർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വസ്ത്രങ്ങളെ സംബന്ധിച്ച് മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് പോളിയസ്റ്റർ. 1946 മുതൽ ഡക്രോൺ എന്ന പേരിൽ പോളിസ്റ്റർ ആദ്യമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ് നിർമ്മാണം ആരംഭിച്ചത്. ആ കമ്പനിയുടെ പേരെന്താണ്? ഡക്രോൺ എന്ന പേരിൽ പോളിസ്റ്റർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചത് 1946 മുതലാണ്. ഒരു അമേരിക്കൻ കമ്പനിയാണ് ഉൽപാദനം ആരംഭിച്ചത്. ആ കമ്പനിയുടെ പേരെന്താണ്? അവരാണ് 1935 നൈലോൺ ആദ്യമായി നിർമ്മിച്ചത്. 1940 നൈലോൺ തുണി വിപണിയിൽ എത്തിച്ചു. 39-41
ആദ്യത്തെ പോളിസ്റ്റർ എന്നറിയപ്പെടുന്ന ടെർലിൻ അവർ നിർമ്മിച്ചു. അങ്ങനെ ഒരു നമ്മുടെ വസ്ത്ര സങ്കല്പങ്ങൾ തന്നെ മാറ്റിമറിച്ചത് ഈ കമ്പനിയാണ്. ആൻസർ ഡ്യൂപോണ്ട്, DUPONT, ഡ്യൂപോണ്ട് കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഒന്നും വേണ്ട, ഡ്യൂപോണ്ട് എന്ന വാക്ക് മതി. ഡ്യൂപോണ്ട്, DUPONT, ഡ്യൂപോണ്ട് കമ്പനിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. 2015 ഏപ്രിൽ 7 വന്നൊരു ന്യൂസാണ്. അമേരിക്കയിൽ 911 ഒരു സിംഗിൾ എമർജൻസി നമ്പർ ആയിരിക്കുന്നത് പോലെ ഇന്ത്യയിൽ ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റിന് ഒരു പ്രത്യേക നമ്പർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തിരുന്നു. അതന്ന് വാർത്തയായി. മറ്റു പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ 100, 101, 108, 102 ഇങ്ങനെ പല നമ്പറുകളാണ് ഓരോ ഓഫീസിനും. അല്ലാണ്ട് ഒരു സിംഗിൾ എമർജൻസി നമ്പർ. അപ്പൊ ആളുകൾ സൗകര്യമായിരിക്കും. അപ്പൊ അതിന് സംവിധാനങ്ങൾ വേണം. ഓരോ ജില്ലയിലെങ്കിലും അതിനൊരു നോഡൽ സെന്റർ വേണം. എന്നിട്ട് വേണ്ടത് കൈകാര്യം ചെയ്യാൻ സംവിധാനം വേണം. അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പരിഗണന ഇരിക്കുകയാണ്. അങ്ങനെ ശുപാർശ ചെയ്തപ്പോൾ തന്നെ ഇത് വാർത്തയായിരുന്നു. ഇന്ത്യയിൽ ഒരു സിംഗിൾ എമർജൻസി നമ്പർ. ഏതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സിംഗിൾ എമർജൻസി നമ്പർ? ഒരുപക്ഷെ നടപ്പിലാക്കിയേക്കാം. ആൻസർ 112. 112. 911 പോലെ 112 ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ വായനാശീലമുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഈ റേഷൻ കാർഡ്, ഇലക്ട്രോണിക് റേഷൻ കാർഡ് സംവിധാനം നടപ്പിലാക്കിയത് 2015 മാർച്ച് 27 മുതലാണ്. 2015 മാർച്ച് 27 ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഈ റേഷൻ കാർഡ്, ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളിലേക്ക് അതിന്റെ ഗുണം എത്തുന്നതാണ്. തട്ടിപ്പുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ റേഷൻ കാർഡ് സംവിധാനം, പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി വളരുമ്പോൾ സാധാരണക്കാരനിലേക്ക് അതിന്റെ ഗുണം എത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഡൽഹിയാണ്. അരവിന്ദ് കെജ്രിവാളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഡൽഹിയാണ്. ഇതൊക്കെ പത്രങ്ങളിലൂടെ തീർച്ചയായിട്ടും വാർത്തകൾ, ടിവിയിലൊക്കെ വാർത്ത വന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു പ്രത്യേക ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെവൻലി ബോഡിയാണ്. ആസ്ട്രോയിഡ് 316201 ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഈ അടുത്ത കാലത്താണ് അത് നാമകരണം ചെയ്യപ്പെട്ടത്. നാസയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആസ്ട്രോണമർ ആണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു ആസ്ട്രോയിഡ് ആണ് ആസ്ട്രോയിഡ് 316201 എന്ന് നമ്പർ ചെയ്തിരിക്കുന്നത്. അത് ആരുടെ പേരാണ് അതിന് നൽകിയിരിക്കുന്നത്? ഒരു പ്രത്യേക വ്യക്തിയെ ആദരിക്കുന്നതിന് വേണ്ടി അയാളുടെ പേര് ഈ ആസ്ട്രോയിഡിന് നൽകിയിരിക്കുക. ഈ അടുത്ത മാസങ്ങളിൽ സംഭവിച്ച കാര്യമാണ്. ആൻസർ മലാല യൂസഫ്സായി. യങ്ങസ്റ്റ് നോബൽ സ്വീകർത്താവായ
മലാല യൂസഫ്സായിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് US അസ്ട്രോണമർ അദ്ദേഹം കണ്ടെത്തിയ ആസ്ട്രോയിഡ് 316201 മലാലയുടെ പേര് നൽകിയത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതൊരു ബുക്കിനെ കുറിച്ചാണ്. ബുക്കിന്റെ പേരിതാണ് ബിസിനസ് അറ്റ് ദ റേറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട്. ബിസിനസ് അറ്റ് ദ റേറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട്. ഒരു പ്രസിദ്ധനായ മനുഷ്യന്റെ ബുക്കാണ്. അദ്ദേഹം എഴുതിയ ബുക്കാണ്. ആരാണ് ഇത് എഴുതിയത്? അതിന്റെ ഓതർ ആരാണ്? ബിസിനസ് അറ്റ് ദ റേറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട്. ആൻസർ ആൻസർ ബിൽ ഗേറ്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് അങ്ങനെയായിരുന്നു. അറ്റ് ദ റേറ്റ് സ്പീഡ് ഓഫ് തോട്ട്, ചിന്തയുടെ വേഗതയിൽ ബിസിനസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്മ മെട്രോ എന്ന പേരിൽ മെട്രോ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ സിറ്റി ഏതാണ്? നമ്മുടെ കൊച്ചി മെട്രോ എന്ന് പറയുന്ന പോലെ നമ്മ മെട്രോ എന്നാണ് ആ മെട്രോയുടെ പേര്. ആ പേരിൽ മെട്രോ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ സിറ്റി ഏതാണ്? ഓക്കെ, ഇത് കഴിഞ്ഞല്ലോ. ആൻസർ ബാംഗ്ലൂർ. നമ്മ മെട്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മെട്രോ, അവർ മെട്രോ എന്നാണ്. ബാംഗ്ലൂർ നടപ്പിലാക്കിയ മെട്രോയുടെ പേരാണ് നമ്മ മെട്രോ. 1999 നടപ്പിലാക്കിയതാണ്. സോറി, 2011 നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 11. മനോഹരമായൊരു സ്ലോഗനാണ് നഭസ്പർശം ദീപ്തം എന്ന. നഭസ്പർശം ദീപ്തം എന്തിന്റെ സ്ലോഗനാണ്? എന്തിന്റെ മോട്ടോയാണ്? മുദ്രാവാക്യം. നഭസ്പർശം ദീപ്തം എന്ന. ഭഗവത്ഗീതയിൽ നിന്നാണ് അങ്ങനെ ഒരു ആശയം എടുത്തിട്ടുള്ളത്. നഭസ്പർശം ദീപ്തം. ആൻസർ ഇന്ത്യൻ എയർഫോഴ്സ്. അതിന്റെ അർത്ഥം ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ്. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. നഫസ് ടീച്ചർ, മലയാളം ടീച്ചർ, നഫസ് ആകാശമല്ലേ? അതെ, ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ്. ആകാശത്തെ മഹത്വത്തോടുകൂടി സ്പർശിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വളരെ മനോഹരമായ മുദ്രാവാക്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം ഇത് 4ാം തവണയാണ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായി വിജയിച്ചു കയറിയത്. അദ്ദേഹം ലോകപ്രസിദ്ധനായിരിക്കുന്നത് പോലെ തന്നെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും. ഏത് പേരിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പാർട്ടി അറിയപ്പെടുന്നത്?
ആൻസർ ലിക്വിഡ് പാർട്ടി. LIKUD, ലിക്വിഡ്. മറ്റേ ദ്രാവകം എന്നുള്ള അർത്ഥത്തില്ല, ലിക്വിഡ്. LIKUD, ലിക്വിഡ് പാർട്ടി എന്ന. ക്വസ്റ്റ്യൻ നമ്പർ 13. (1942) ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് തൊട്ടു മുൻപായി ഒരു കരുതൽ എന്നോണം മഹാത്മാഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും തടവിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്ലാൻ തയ്യാറാക്കി. അതൊരു പ്രത്യേക പേരിലാണ് അത് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തൊട്ടു മുൻപായി മഹാത്മാഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും തടവിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ, ഒരു പദ്ധതി, അതിന് പേരെന്താ? ആൻസർ ഓപ്പറേഷൻ 0 അവർ എന്ന. ഓപ്പറേഷൻ 0 അവർ. ഓപ്പറേഷൻ 0 അവർ എന്ന ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 14. ജപ്പാൻ ഗവൺമെന്റിന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓർഡർ ഓഫ് ദി റൈസിംഗ് സൺ നേടിയ ഇന്ത്യക്കാരനാരാണ്? ഈ അടുത്ത നാളെ സംഭവിച്ചാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേക്കൂ. ജപ്പാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ നേടിയ ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞനാരാണ്? ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്ലൂ ഒന്ന് കൂടി നൽകിയേക്കാം. ഇദ്ദേഹം സച്ചിൻ തെണ്ടുൽക്കറോടൊപ്പം ഭാരതരത്ന നേടിയിട്ടുണ്ട്. പല ആൻസറിലേക്ക് പോകാതിരിക്കാനാണ്. കഴിഞ്ഞല്ലോ. ആൻസർ CNR റാവ്. CNR റാവ്. ബാംഗ്ലൂർ ജനിച്ച ഇദ്ദേഹം ഇന്ത്യൻ കെമിസ്റ്റാണ്. CNR റാവ്. CR റാവ്. അല്ല, അത് കൊടുത്തേക്ക് കുഴപ്പമില്ല, അത്ര എഴുതിയല്ലോ. അത് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15. What is the degree measure of the angle traced by hour hand of a clock in 1 minute? What is the degree measure of the angle traced by hour hand of a clock in 1 minute? ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് സൃഷ്ടിക്കുന്ന, കവർ ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അതല്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അല്പം സമയം തരാം. ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് ട്രേസ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി വരും? എന്താണ്? കേൾക്കുന്നില്ല. ഓക്കെ.
ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി, മിനിറ്റ് സൂചിയൊക്കെ ഉണ്ടല്ലോ, മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ആംഗിൾ ഡിഗ്രി മെഷറിൽ പറഞ്ഞാൽ എത്ര ഡിഗ്രി വരും? ഇതാണ് മാത്തമാറ്റിക്സും മറ്റ് സബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു മാത്സ് ടീച്ചറാണ്. കേൾക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു കടമ്പ. അത് മനസ്സിലായി കഴിയുമ്പോൾ അടുത്ത് ചെയ്യുക എന്നുള്ളത് അതിന്റെ അടുത്ത കടമ്പയാണ്. എന്താണ്? ഒന്നുകൂടെ പറയാം, ലാസ്റ്റ് കേട്ടോ. വാട്ട് ഈസ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി ആംഗിൾ ട്രേസ്ഡ് ബൈ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 1 മിനിറ്റ്? ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചി 1 മിനിറ്റ് കൊണ്ട് അതിന്റെ സെന്ററിൽ സൃഷ്ടിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തിരിയും എന്നാണ്. ആൻസർ 1/2 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചിയെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂർ കൊണ്ടാണ് 360 ഡിഗ്രി തിരിയുന്നത്. ഒരു റവല്യൂഷൻ പൂർത്തിയാകുന്നത് 12 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് 360/12 30 ഡിഗ്രി തിരിയും. ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി എങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 30/60 എന്ന് പറയാൻ 1/2 അത്രയും ഡിഗ്രി. 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രിയാണ്. 0.5 ഡിഗ്രി 0.5 ഡിഗ്രി അല്ലെങ്കിൽ 1/2 ഡിഗ്രിയാണ്. Question number 16. What is the common name of animals adapted to live in desert? What is the common name of animals adapted to live in desert? മരുഭൂമിയിലെ ആനിമൽസ് അവ പൊതുവെ എങ്ങനെയാണ് അറിയപ്പെടുക? അവയ്ക്ക് മരുഭൂമി ജീവിക്കാനുള്ള ശരീരത്തിന്റെ അഡാപ്റ്റേഷൻ സംഭവിച്ചതാണ്. ഉദാഹരണം, കങ്കാരു, റാറ്റൊക്കെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കുന്നില്ല. അതിന്റെ ശരീരം അങ്ങനെയാണ്. അവ വിയർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ശാരീരികമായിട്ട് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജന്തുജാലങ്ങൾക്ക് കോമൺ ആയി പറയുന്ന പേരെന്താണ്? ആൻസർ സിറോക്കോളുകൾ. സിറോക്കോളുകൾ എന്നാണ്. സിറോക്കോളുകൾ എന്നാണ്. സിറോക്കോൾസ്. XEROCOLES. സിറോക്കോൾസ് അല്ലെങ്കിൽ സിറോക്കോളുകൾ. സിറോഫൈറ്റ് പ്ലാന്റ്സ് ആണ്. അതായത് മരുഭൂമിയിൽ ഇവിടെ അഡാപ്റ്റേഷൻ ശ്രദ്ധിച്ചിരിക്കുന്ന പ്ലാന്റ്സിന് പറയുന്നതാണ് സിറോഫൈറ്റ്. ഇത് സിറോക്കോൾസ് ആണ്. ആനിമൽസ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 17. പ്രസിദ്ധമായ റെയിൻബോ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയാണ്. മൗണ്ടൻസ് കാണുമ്പോൾ ആരോ പെയിന്റ് അടിച്ചിരിക്കുന്നവർ തോന്നും, മനോഹരമായി. നാച്ചുറൽ മൗണ്ടൻ ആണ്. ഏത് രാജ്യത്താണ് റെയിൻബോ മൗണ്ടൻസ് ഉള്ളത്?
ആൻസർ ചൈനയാണ്. ചൈനയിലാണ് റെയിൻബോ മൗണ്ടൻസ് ഉള്ളത്. വളരെ മനോഹരമായ മൗണ്ടൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സൈനിക കമാൻഡർ ഇൻ ചീഫിന്റെ ആസ്ഥാനമായിരുന്ന ഒരു ബിൽഡിംഗ്, അവിടെയാണ് പിന്നീട് ജവഹർലാൽ നെഹ്റു 16 വർഷം താമസിച്ചത്. ഇന്നത് ജവഹർലാൽ മെമ്മോറിയൽ മ്യൂസിയം ആയി അറിയപ്പെടുന്നു. എന്താണ് അതിന്റെ പേര്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ സൈനിക ആർമി കമാൻഡർ ഇൻ ചീഫ് അത് ആസ്ഥാനം ആയിരുന്ന ഒരു ബിൽഡിംഗ്, അവിടെയാണ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഒഫീഷ്യൽ ഹൗസായി അതിനുശേഷവുമൊക്കെ 16ഓളം വർഷങ്ങൾ ജീവിച്ചിരുന്നു. ഇന്ന് അത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയമായി ഡൽഹിയിലുണ്ട്. എന്താണ് അതിന്റെ പേര്? നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. 1930 ബ്രിട്ടീഷുകാർ പണിയിപ്പിച്ചതാണ്. ആൻസർ തീൻ മൂർത്തി ഭവൻ എന്നാണ്. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? തീൻ മൂർത്തി ഭവൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. കഴിഞ്ഞ 2000ഓളം വർഷങ്ങളായി ഒരു വോൾക്കാനോ ആക്റ്റീവായി നിൽക്കുകയാണ്. 2000 വർഷങ്ങളോളം. അത് അറിയപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ലാവാ പ്രവാഹം ഉള്ളതുകൊണ്ട് അത് അറിയപ്പെടുന്നത് ലൈറ്റ് ഹൗസ് ഓഫ് ദി മെഡിറ്ററേനിയൻ എന്നാണ്. ലൈറ്റ് ഹൗസ് ഓഫ് ദി മെഡിറ്ററേനിയൻ. ഏതാണ് ആ വോൾക്കാനോ? 2000ഓളം വർഷങ്ങളായി അതിങ്ങനെ ഇറപ്ഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും അത് ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോയാണ്. ആൻസർ സ്ട്രോംബോളി വോൾക്കാനോ, ഇറ്റലി. രാജ്യത്തിന്റെ പേരില്ലേലും കുഴപ്പമില്ല, സ്ട്രോംബോളി എന്ന പേര് മതി. സ്ട്രോംബോളി എന്ന് മതി. ക്വസ്റ്റ്യൻ നമ്പർ 20. ഈ പ്രാഥമിക ഘട്ടത്തിന്റെ അവസാനത്തെ ചോദ്യം. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കിൽഡ് സ്റ്റീൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കിൽഡ് സ്റ്റീൽ അങ്ങനെ പറയാൻ കാരണം എന്തിനെയോ കില്ല് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ സ്റ്റീലിന്റെ നിർമ്മിതിയിൽ എന്തിനെയോ കില്ല് ചെയ്യുന്നുണ്ട്. ഇരുമ്പ് ഉരുക്കി അത് സോളിഡ് ആക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രത്യേക കണ്ടന്റ് കിൽ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ കിൽഡ് സ്റ്റീൽ എന്ന് വിളിക്കുക. എന്ത് കണ്ടന്റ് ആണ് ഇപ്രകാരം കിൽ ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും. ആൻസർ ഓക്സിജൻ ആണ്. അതായത് ഇരുമ്പ് മെൽറ്റ് ചെയ്ത് അത് സോളിഡ് ആക്കുമ്പം ഒരു മോൾഡിനകത്ത് ഒഴിച്ച് ഏതെങ്കിലും നമുക്ക് സ്റ്റീൽ ബാറാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രൂപത്തിലാക്കി എടുക്കണ്ടേ? അങ്ങനെ മോൾഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആകുന്ന സമയത്ത് എയർ ബബിൾസ് ഉണ്ടാവും. ആ എയർ ബബിൾസ് ഉണ്ടായ ഭാഗം സുഷിരമായി നിൽക്കും. അതതിന്റെ ബലക്ഷയത്തിന് കാരണമാവും. അതുകൊണ്ട് മറ്റു പല സംഗതികൾ അതിനകത്ത് കെമിക്കൽസ് ആഡ് ചെയ്ത് അതിന് നിർവീര്യമാക്കി കളയും. അത് ഓക്സിജനെ കിൽ ചെയ്യും. അതിന്റെ രൂപം മാറ്റം വരുത്തും. എന്ന് പറഞ്ഞാൽ ഓക്സിജനായിട്ട് അത് അവിടെ ഉണ്ടാകില്ല. ഓക്സിജനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ബബിൾസ് ആയി മുകളിലേക്ക് ഇവാപറേറ്റ് ചെയ്തു പോകും. അപ്പൊ അത് അതിന് സ്റ്റീലിന് കേടാണ്. അതുകൊണ്ട് ഓക്സിജനെയാണ് നമ്മൾ കിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്റ്റീലിനെ കിൽഡ് സ്റ്റീൽ, അതേ കെ എന്ന് എഴുതിയിരിക്കുകയും ചെയ്യും. എന്നാൽ അതിനകത്ത് വേറെ ദ്വാരങ്ങൾ ഉണ്ടാകില്ല. അതാണ് അതിന്റെ ഗുണം. ഇപ്പൊ 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി പാർട്ടിസിപ്പൻസ് പേന ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ പേന ക്യാപ്പിടുക. ഇനി ടീച്ചേഴ്സിന്റെ റോളാണ്. ഒരേ സമയത്ത് നിങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കില്ല. 1 by 1 ആയി വന്നുകൊള്ളും. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ് ആദ്യം ടിക്ക് എണ്ണുക.
ഉദാഹരണം മൊത്തം റൂൾസ് പറയട്ടെ. ടിക്ക് എണ്ണുക. ഉദാഹരണം 15 ഉണ്ടെങ്കിൽ 15 ടിക്ക് ഉണ്ടെങ്കിൽ 15 ശരിയുണ്ടെന്നാണ്. അപ്പൊ പേപ്പറിന്റെ മുകളിൽ ക്യാപിറ്റൽ പി എന്നിട്ടിട്ട് ഒരു കോളൻ ഇട്ട് അതിന്റെ നേരെ 15 × 4 60 എന്ന് എഴുതുക. ദെൻ അതിന് തൊട്ട് താഴെ ക്യാപിറ്റൽ എൻ ഇട്ടിട്ട് എത്ര ഇൻറ്റു എണ്ണുക. അപ്പൊ 5 ഇൻറ്റു ഉണ്ടെങ്കിൽ 5 × 1 5 എന്ന് എഴുതുക. നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിന് തൊട്ട് താഴെ നെറ്റ് പോയിന്റ് എന്ന് എഴുതി ഈ ആദ്യം എഴുതിയ പിയിൽ നിന്ന് എൻ കുറയ്ക്കുക. പി മൈനസ് എൻ, അതായത് ടോട്ടൽ പോസിറ്റീവ് പോയിന്റിന് ടോട്ടൽ നെഗറ്റീവ് പോയിന്റ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നെറ്റ് പോയിന്റ് കിട്ടും. ഈ നെറ്റ് പോയിന്റ് വെച്ച് വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇനി ഇവിടെ ടൈ വന്നു കഴിഞ്ഞാൽ അറിയുക, ടൈ വന്നു കഴിഞ്ഞാൽ അതായത് നെറ്റ് പോയിന്റിൽ ടൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ളത് ആർക്കാണ് അത് വെച്ച് ടൈ ബ്രേക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മാർക്ക് ആർക്കാണ്, അതായത് നെറ്റ് പോയിന്റിൽ ടൈ വന്നാൽ പോസിറ്റീവ് മാർക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കുറവുള്ളത് ആർക്കാണ് അത് വെച്ച് നമ്മൾ ടൈ ബ്രേക്ക് ചെയ്യും. ഓക്കെ. ദെൻ ആ പേപ്പർ പാർട്ടിസിപ്പൻസ് വാങ്ങിച്ച് ഇവരിട്ട നെറ്റ് പോയിന്റ് ശരി തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഒരു ശരി ഉത്തരത്തിന് 4 പോയിന്റ്, ഒരു തെറ്റുത്തരത്തിന് 1 പോയിന്റ് കുറയ്ക്കപ്പെടേണ്ടതാണ്. അതുപോലെ ആൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പോസിറ്റീവ് പോയിന്റും ഇല്ല, നെഗറ്റീവ് പോയിന്റും ഇല്ല, ന്യൂട്രൽ ആയിട്ട് കടന്നോട്ടെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ടീച്ചേഴ്സും 4 അല്ലെങ്കിൽ 5 ടീമുകളുടെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. തങ്ങളുടെ ടീമിന് ലഭിച്ച മാർക്ക്, ഓരോ ടീമിന് ലഭിച്ച മാർക്ക് എത്രയാണെന്ന് ടീച്ചേഴ്സ് ഒന്ന് നോട്ട് ചെയ്യണം. ഓരോ ടീമിന് ലഭിച്ച പോയിന്റ് എത്രയാണെന്ന് അതത് ടീച്ചേഴ്സ് ആ 4 പേരുടെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് നിങ്ങളൊരു കടലാസയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ പേപ്പർ കുട്ടികളുടെ കയ്യിൽ തന്നെ, ഫയലിനകത്ത് തന്നെ സുരക്ഷിതമായിരുന്നോളും. കാരണം വേണ്ടി വന്നാൽ ഒരു ഘട്ടം കൂടി, ഫൈനൽ റൗണ്ട് തൊട്ട് മുമ്പായി ഒരു ഘട്ടം കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മത്സരം ഇത് തീർന്നില്ല. പ്രാഥമിക ഘട്ടമേ കഴിഞ്ഞുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഒരു ഘട്ടം വേണ്ടി വന്ന് നടത്തും. അപ്പൊ അതുകൊണ്ട് ഫയൽ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. ഫയൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോൾ വേണ്ടി വന്നാൽ ഞങ്ങൾ ഒരു ഘട്ടം കൂടി നടത്തും. ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു സ്ഥലത്തും കാണാത്തതുപോലെ ഇവിടെ ഇത്രയേറെ കുട്ടികൾക്ക് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ സാർ? സുനിൽ സാർ, ഫുഡ് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഫുഡ് കൊണ്ടുവരാത്തവർക്ക്, നിങ്ങൾ ആരെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഫുഡ് ഇവിടെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഫൈനൽ റൗണ്ട്, ഞാൻ പറഞ്ഞു ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ അല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അറിവിനെ ഏതെല്ലാം രീതി വൈവിധ്യവൽക്കരിക്കാമോ ആ രീതിയിൽ ഏതാണ്ട് ഒരു 10-15 ദിവസത്തോളം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഫൈനൽ റൗണ്ട് ഒരുക്കിയിരിക്കുന്നത്. അത് സാബു സാറിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും വളർന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള തലമുറകളിൽ അറിവിനോടുള്ള ആഭിമുഖ്യം നിങ്ങളിൽ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അറിവിന് വേണ്ടി നിലകൊണ്ട, അറിവിന്റെ സംപ്രേഷണം നടത്തിയിരുന്ന സാബു സാറിനെ പോലുള്ള ഒരാളിനെ ആദരിക്കുന്നതിന് വേണ്ടി അറിവിന്റെ ആഘോഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്വിസ് കോമ്പറ്റീഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതിന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. നല്ലൊരു മത്സരത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇത്രയും പേരെ വെച്ചുകൊണ്ട് നമുക്ക് പ്രാഥമിക ഘട്ടം എഴുത്തു പരീക്ഷ അല്ലാണ്ട് വേറെ നമുക്ക് മാർഗമില്ല. കഴിയുന്നിടത്തോളം സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആൻസർ പറഞ്ഞ് ഏറ്റവും യോഗ്യരായവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും. ഇരുപത് മിനിറ്റ് ലഞ്ച് ബ്രേക്ക് ആയിട്ട് നൽകുകയാണ്. ലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളവര് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അവിടെ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കൊണ്ടുവന്നിട്ടില്ലാത്തവര് അറിയിക്കണം, അവിടെ തന്നെ ഭക്ഷണം ഉണ്ട്. ഗേൾസ് ടോയ്ലറ്റിൽ പോകാനുള്ളവർ ഈ സൈഡിൽ ഇവിടെയാണ് ഗേൾസിന്റെ ടോയ്ലറ്റ് ഉള്ളത്, അവിടെ പോകാവുന്നതാണ്. ബോയ്സിന്റെ ടോയ്ലറ്റ് ആ ഭാഗത്താണ്. 20 മിനിറ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മത്സരം കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫയൽ നൽകിയിട്ടുണ്ട്, ആ ഫയലിനകത്ത് പേപ്പർ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അത് ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നതാണ്, മത്സരം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തിരിച്ചു വരുമ്പോ ഈ ഫയലുമായിട്ട് വേണം ഇവിടെ വന്നിരിക്കാൻ. കൃത്യം 1 മണിക്ക് നമ്മുടെ ഫൈനൽ റൗണ്ട് ആരംഭിക്കും.